നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. അപ്പോ ആദ്യത്തെ വൺഡേ ഇന്ത്യ ജയിച്ചിരിക്കുന്നു, ആധികാരികമായി ജയിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിയായിരുന്നു, സുഖമായിട്ടിരുന്ന് നല്ലൊരു കളി കാണാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഈ പറഞ്ഞ 116 ആൾ ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ഒരു കവാത്തിനെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ 16ാമത്തെ ഓവറിൽ അത് ചേസ് ചെയ്ത് ജയിച്ചു. അതായത് സൗത്ത് ആഫ്രിക്ക 116 റൺസ് വല്ല വിധേനെ എന്ത് ചെയ്തു കൊണ്ടെത്തിച്ചു. 27.3 ബോൾ ആയപ്പോഴത്തേക്കും അവരുടെ എല്ലാ ബാറ്റ്സ്മാൻമാരും ഔട്ടായി കഴിഞ്ഞു. അവരുടെ വിക്കറ്റ് പോയത് ആദ്യം 3 റൺസ് ഉണ്ടായിരുന്നപ്പോൾ 1 വിക്കറ്റ്, പിന്നെ 3-ൽ തന്നെ രണ്ടാമത്തെ വിക്കറ്റ്, 42-ൽ 3, 52-ൽ 4, 52-ൽ തന്നെ 5, വീണ്ടും 52-ൽ 6, 58-ൽ 7, 73-ൽ 8, 101-ൽ 9, 116 ആയപ്പോൾ എന്ത് ചെയ്തു 10 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ഈ പിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ, ഐ ഡോണ്ട് നോ എന്ത് പിച്ചാണെന്നുള്ളത്. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ പേസർമാർക്ക് ഈ പറഞ്ഞ എന്താണ് നല്ല സഹായം കിട്ടും, സ്പിന്നർക്ക് 1 വിക്കറ്റും കിട്ടില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ചരിത്രം. അതിനെ തിരുത്തി കുറിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം സ്പിന്നേഴ്സിനെ തൊടാൻ പറ്റാതിരുന്ന പിച്ചായിരുന്നു. പേസർമാർക്ക് ഒരു ഗുണവും കിട്ടാത്ത പിച്ച് ഇന്നായപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു. സ്പിന്നർക്ക് ഗുണമില്ലെന്ന് മാത്രമല്ല പേസർമാർ അപാര ഫോമിൽ. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഹർഷദീപ് സിംഗ് വരെ എന്ത് ചെയ്തു 5 വിക്കറ്റ് തള്ളിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്ത് മാരക ബൗളിംഗ് പിന്നീട് സ്വിംഗ് ആണ് അതിൽ കിട്ടിക്കൊണ്ടിരുന്നത്. മാരക സ്വിംഗ് ബോൾ കുറച്ച് താരുന്നുണ്ടായിരുന്നു പിച്ചിൽ. അപ്പോൾ പിച്ചിന്റെ ഈ പിച്ച് അവിടെ പറഞ്ഞ പിച്ച് റിപ്പോർട്ട് പറഞ്ഞതും പിച്ചിന്റെ മുൻകാല സ്വഭാവങ്ങളെല്ലാം നോക്കിയാലും മൊത്തം തകടം പറഞ്ഞുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ടീം ഇടുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നമ്മളിന്ന് കളി ജയിച്ചിട്ടുണ്ട്. നമ്മളിന്ന് എല്ലാവരും പിച്ച് റിപ്പോർട്ട് അനുസരിച്ച് തന്നെയാണ് ടീം ഇട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെ ടീമിലും അശ്വദീപ് സിംഗോ അങ്ങനെയുള്ള ആരും ഇല്ലായിരുന്നു. സ്പിന്നേഴ്സിനെ കുത്തി നിറച്ചുകൊണ്ടാണ് എല്ലാവരും വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ജയിച്ചത് സായി സുദർശൻ എന്ന് പറയുന്ന ആ ഒരു ബാറ്റ്സ്മാന്റെ കഴിവ് കൊണ്ടാണ് നമ്മൾ ജയിച്ചത്. അപ്പോൾ നിങ്ങളെ ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. പൈസകൾ കിട്ടുന്നുണ്ട്, നമ്മൾ ടീം കൊടുക്കുന്നുണ്ട്. ഇതാണ് ആപ്പ്. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. പിന്നീട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ള സംഭവം സായി സുദർശൻ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡറായ തമിഴ്നാട്ടുകാരനെ കുറിച്ചാണ്. സൂപ്പർ ആയിരുന്നു ബാറ്റ് ചെയ്തത് കേട്ടോ. ഇന്ന് അടിപൊളിയായിട്ട് അവൻ ബാറ്റ് ചെയ്തു. കാരണം ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരു ഡെബ്യൂ ചെയ്യുന്ന ഒരു യങ്സ്റ്റർ അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല. വളരെ മെച്ചുവർ ആയിട്ട്, വളരെ ആക്രാന്തമൊന്നും കാണിക്കാതെ, ആവേശമൊന്നും കാണിക്കാതെ എന്ത് ചെയ്തു വളരെ സ്റ്റൈലിഷ് ആയിട്ട്, വളരെ എന്ന് വെച്ചാൽ ഞാൻ ഒരു 10-50 കളിയൊക്കെ കഴിഞ്ഞുള്ള ആ ഒരു കോൺഫിഡൻസ് വരുമല്ലോ ഒരു ബാറ്റ്സ്മാൻ. ഒരു 10-20 10 കളിയൊക്കെ കഴിഞ്ഞ ഒരു സെഞ്ചുറിയൊക്കെ അടിക്കുമ്പോൾ ഒരു അതേ കോൺഫിഡൻസ് നിന്നുകൊണ്ട് കളിച്ചു. വെൽ ഡൺ സായി സുദർശൻ. കൈയടിക്കാതെ പറ്റില്ല. കാരണം എനിക്ക് ഈ ജയ്സ്വാളിനെ എനിക്ക് എപ്പോഴും ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ജയ്സ്വാൾ എല്ലാ ബോളും എടുത്ത് കളിക്കാൻ തോന്നും, എല്ലാ ബോളും എടുത്ത് അടിക്കാൻ വേണ്ടി നോക്കും. അവനെ കുറച്ച് ഈ പറഞ്ഞ ഇപ്പം സായി സുദർശൻ ചെയ്ത പോലെ കുറച്ചൊരു ഒരു കൺട്രോളും കൂടി വന്നു. നല്ല കിടലം ബാറ്റ്സ്മാനാണ്. പക്ഷെ എല്ലാ ബോളും ബൗണ്ടറിക്ക് കടത്താം എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പറയുന്ന ജയ്സ്വാൾ പലപ്പോഴായി എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പിന്നീട് റൺസ് നമുക്ക് തരാൻ പറ്റാതെ പോകുന്നത്. അപ്പൊ ഇന്ന് സായി സുദർശൻ സൂപ്പറായിട്ട് കളിച്ചു. എനിക്ക് തോന്നുന്നില്ല അവസാനം എന്തോ ഒരു ലൈഫ് കിട്ടിയത് തുടക്കം അതൊരു LB ആയിരുന്നു. കിട്ടില്ല, അത് അതിലൊന്നും കാര്യമൊന്നുമില്ല. എല്ലാ ബാറ്റ്സ്മാൻമാർക്കും അങ്ങനെ ഒരു ലൈഫുകൾ ഉണ്ടാവും. ഫസ്റ്റ് ഒക്കെ കുറച്ച് പിന്നീട് പേസ് ബോളെ തുടച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ആ ലൈഫിൽ നിന്ന് രക്ഷപ്പെട്ട സായി സുദർശൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. പിന്നെ അങ്ങോട്ട് സൂപ്പർ കളിയായിരുന്നു. എല്ലാവരെയും കവർ ഡ്രൈവ് ആയിക്കോട്ടെ, ഈ സ്ട്രേറ്റ് ഡ്രൈവ് ആയിക്കോട്ടെ, പുള്ളായിക്കോട്ടെ, എല്ലാം വളരെ കൃത്യമായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്. തന്റെ വരവ് അറിയിച്ചിട്ടുണ്ടെന്നുള്ളത്, ഇന്ത്യൻ ടീമിലേക്ക് തന്റെ വരവ് സായി സുദർശൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കം ഡെബ്യൂവിൽ തന്നെ സായി സുദർശൻ 55 റൺസ് നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കുന്നു. ഓർക്കണം, ഫസ്റ്റ് ഡെബ്യൂ ആണ്. ഫസ്റ്റ് കളിയിൽ തന്നെ, അതും ഇന്ത്യൻ പിച്ചിലല്ല, സൗത്ത് ആഫ്രിക്ക പോലുള്ള പിച്ചിൽ ചെന്ന് ഡെബ്യൂവിൽ 50 അടിക്കുക, നോട്ട് ഔട്ട് ആക്കി നിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ സായി സുദർശൻ ഇനി അങ്ങോട്ടുള്ള ഇന്ത്യൻ ടീമുകളിൽ ഒരു സ്ഥിര പ്രതിഷ്ഠ നേടും എന്നുള്ളതിൽ എനിക്ക് തർക്കമൊന്നുണ്ട്. അവന്റെ ആ ബാറ്റിംഗ് കണ്ടപ്പോൾ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ നമ്മുടെ ഇന്ത്യൻ ഈ പറയുന്ന അന്താരാഷ്ട്ര കളികളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു പ്രഷർ ആണ്, മനസ്സിലാവില്ല. നമ്മൾ ബാറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നല്ല ബാറ്റ്സ്മാൻ ആയിരിക്കും, പക്ഷെ ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് പക്ഷെ അതൊന്നും ഈ സുദർശനിൽ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ വളരെ കോൺഫിഡൻസോടുകൂടി, വളരെ മെച്ചുവറായിട്ട് കൂടിയാണ് സായി സുദർശൻ ഇന്ന് ബാറ്റ് ചെയ്തത്. കിടിലമായിട്ട് ബാറ്റ് ചെയ്തു. അതിനോടൊപ്പം ശ്രേയസ് അയ്യർ 52 പിന്നീട് 45 ബോളിൽ 52. ഈ പറയുന്ന ശ്രേയസ് അയ്യറിന് കുറച്ച് ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്തു പിന്നീട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 16.4 ഓവറിൽ ഇന്ത്യ കളി ജയിച്ചിരിക്കുന്നു. 117 റൺസ് അടിച്ചെടുത്ത് ജയിച്ചിരിക്കുന്നു. ഇവിടെ വിക്കറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യൻ നിരയിൽ വിക്കറ്റ് ഹർഷദീപ് സിംഗ് എന്റെ അമ്മ മാരക ബോൾ. ഈ ഹർഷദീപ് സിംഗിനെ എനിക്ക് പറയാനുള്ളൂ, ഇത് ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇനിയും വേണം. അല്ല ഇതിലിപ്പം എങ്ങനെ ഒരു 5 വിക്കറ്റ് കിട്ടി, ഇനി കുറെ കളികൾ അടിക്കാൻ വേണ്ടി കൊണ്ടിട്ട് കാര്യമില്ല. അത് നമ്മൾ ഒരിക്കലും
ആ ഒരു ബൗളറായിട്ട് നമ്മൾ അംഗീകരിക്കില്ല. ഇതുപോലെ 5 വിക്കറ്റ് എപ്പോഴും എടുക്കണം എന്നല്ലല്ലോ, വിക്കറ്റ് എടുത്തില്ലെങ്കിലും എറിഞ്ഞു നിൽക്കണം, മനസ്സിലായി. ചുമ്മാ വാരി വിളിച്ചിട്ട് വൈഡും മറ്റതും കൊടുത്ത് അടി കൊടുത്തിട്ട് കളി ഒരു 4 കളികളിൽ തുടർച്ച അടിയും വാങ്ങിച്ച് ഇന്ത്യയെ തോപ്പിച്ചിട്ട് ഒരു കളി വന്ന് 5 വിക്കറ്റ് എടുത്തിട്ടൊന്നും കാര്യം. ഈ കൺസിസ്റ്റൻസി കാണണം. 1 വിക്കറ്റോ 2 വിക്കറ്റോ എല്ലാ കളികളിലും എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ലൈൻ ലെന്തിൽ ബോൾ എറിയണം, മനസ്സിലായോ. വിക്കറ്റ് കിട്ടണമെന്നില്ല, ബുംറ വിക്കറ്റ് കിട്ടുന്നുണ്ടാവും എല്ലാ കളി ഇല്ലല്ലോ, പക്ഷെ അവൻ ലൈൻ ലെന്തിൽ ബോൾ എറിയുന്നുണ്ട്, മനസ്സിലായോ. വലുതായിട്ട് പിന്നെ റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട്. അത് ആ കൺസിസ്റ്റൻസിയാണ് ആർക്ക് വേണ്ടത്, ഈ പറഞ്ഞ അർഷദീപ് സിംഗിന് വേണ്ടി. അതൊരു 4-5 കളികൾ നിങ്ങൾ പ്രൂവ് ചെയ്താലേ നമുക്ക് നല്ലൊരു ബൗളറായിട്ട് ഞാൻ അംഗീകരിക്കുള്ളൂ. ഒരു കളി 5 വിക്കറ്റ് എടുത്തു, ഇനി അടുത്ത കളി തൊട്ട് ഇനി അടി വാങ്ങും എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ആവേശ് ഖാനും 4 വിക്കറ്റ് 27 റൺസ് വിട്ടു കൊടുത്തുകൊണ്ട് 4 വിക്കറ്റ് 8 ഓവറായിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക വരിഞ്ഞു കെട്ടിയത്. സൗത്ത് ആഫ്രിക്ക തീർന്നു, പറഞ്ഞവർ ടക്ക് പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ 42-ല് 2 വിക്കറ്റ് ആയിരുന്നവരാണ്. 42-ല് 2 വിക്കറ്റ്, പിന്നീട് നോക്കിയാൽ 58 ആയപ്പോൾ 7 വിക്കറ്റ്. അങ്ങനെ മനസ്സിലായോ, ആ ലെവലില് പട്ട ആ വിക്കറ്റുകൾ തൊഴിയുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ ഈ പറയുന്ന KL രാഹുലിന്റെ ക്യാപ്റ്റൻസി നമുക്ക് ശ്രദ്ധേയമായിരുന്നു. കാരണം ബൗളേഴ്സിന് സ്പിന്നേഴ്സിനെ ഒന്നും അടുപ്പിച്ചില്ല. ഈ ബൗളർമാരെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ പേസർമാരെ കൊണ്ട് തന്നെ ഇവന്മാരെ ഒതുക്കാനുള്ള പരിപാടിയായിരുന്നു ആരും KL രാഹുൽ നോക്കിക്കൊണ്ടിരുന്നത്. KL രാഹുൽ അവരെ കൊണ്ട് 7 ഓവർ വരെ തുടർച്ചയായിട്ട് ഹർഷദീപ് സിംഗ് എറിഞ്ഞു എന്നുള്ളതാണ്, മനസ്സിലായോ. അതിനുശേഷം അവസാനം എന്ത് ചെയ്തു, നമ്മുടെ കുൽദീപിനെ കൊണ്ടുവന്ന് കുൽദീപ് 2ാമത്തെ ഓവറിലെത്തോ 3ാമത്തെ ഓവറിൽ ബൗൾഡാക്കി കാര്യം പിന്നീട് കത്തിച്ചു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ സ്പിന്നറിനും അവിടെ ടേൺ ഉണ്ടായിരുന്നു കേട്ടോ. സ്പിന്നറിനും കുൽദീപ് പറഞ്ഞ ഫസ്റ്റ് ബോൾ നല്ല രീതിയിൽ ടേൺ ചെയ്തു. സ്പിന്നറിനും നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. ഇൻ കേസ് ഈ പറഞ്ഞ പോലെ പിന്നെ സൗത്ത് ആഫ്രിക്ക നല്ല രീതിയിൽ ഒരു 10-250 റൺസെങ്കിലും അടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ചേസ് ചെയ്യിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ടേൺ ഉണ്ട് ആ പിച്ചിൽ ടേൺ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അത് ചേസ് ജയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ അടിപൊളിയായിട്ട് രാജകീയമായി 1 സൈഡഡായി ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക 8 നിലയെ പൊട്ടിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും എന്ത് ചെയ്തു, സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ പിന്നെ ജയിച്ചിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക ഒരു നാണം കെട്ട തോൽവി തന്നെയാണ്. ഈതൊക്കെ എന്ന് പറയുന്ന നാണം കെട്ട തോൽവി തന്നെയാണ്. ആരും ഒന്നും കളിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ വൈകിട്ട് ഒരു 10 മണി വരെയൊക്കെ ഇരുന്ന് സുഖമായിട്ട് നല്ലൊരു മാച്ച് കാണാമെന്ന് കരുതിയെങ്കിലും ഈ സൗത്ത് ആഫ്രിക്കയുടെ പതനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ 1 സൈഡായിട്ടുള്ള ഒരു വിന്നിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹർഷദീപ് സിംഗിന്റെ ആരും പ്രതീക്ഷിക്കാതെ ഹർഷദീപ് സിംഗിന്റെ 5 വിക്കറ്റ് നേട്ടമൊക്കെ നമുക്കിന്ന് കാണാൻ സാധിച്ചു. അതിനൊക്കെക്കാൾ ഉപരി ഞാൻ ഈ മാച്ച് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു പോസിറ്റീവ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി സുദർശൻ എന്ന് പറയുന്ന ഓപ്പണർ, അവന്റെ ആ ഒരു ഇന്നിങ്സ് എന്തായാലും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല. നമുക്കത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.